ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അഫ്ലു ആദിൽ. അപ്പോ നമ്മള് ഇപ്പൊ എവിടെ നിക്കണേ? നമ്മള് ഗോവയില് ഗോവയിലത്തെ ടിവി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ. അപ്പോ നമ്മള് ക്യൂ തന്നെ ഇടാൻ കുറെ ആൾക്കാർ നമുക്ക് വരലുണ്ട്. നമ്മള് മൂന്നാളുള്ള പോസ്റ്റുകൾ നമ്മള് ആ പോസ്റ്റിന് അടിയിലൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്ത് കൊറേ ചോദ്യങ്ങൾ വരലുണ്ട്. ഇത് കമ്മിറ്റഡാണ് അങ്ങനെയൊക്കെ ചോദിക്കലില്ലേ? എല്ലാം അങ്ങനെ ചോദിക്കലുണ്ട്. പറയണില്ല. അയ്യോ അപ്പോ അങ്ങനെ കൊറേ ചോദ്യങ്ങൾ എന്നതിന് കൂടുതൽ വന്ന ചോദ്യമാണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് കമ്പനിയായി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത്, എവിടുന്നാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ കഥകള്. അപ്പോ ഇന്നത്തെ വീഡിയോ അതന്നെ ആയിക്കോട്ടെ. അതും പിന്നെ നമ്മള് ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാം. ഞാൻ അധികം ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കുന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ വർത്താനം പറയാൻ അധികം വയ്ക്കൂല. അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ കഥ ആരംഭിക്കണം എവിടുന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യണത് ബനാണ് ഷെബിനെ. അത് എവിടുന്ന്? വളാഞ്ചേരിന്ന്. അതായത് എന്റെ ഉമ്മാന്റെ വീട് എവിടെയാണ്? വളാഞ്ചേരിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോ എങ്ങനെ ആദ്യം ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചു. ഞാൻ അവിടെ വളാഞ്ചേരി ഉണ്ട്. ഇല്ല, അയച്ചില്ലേ? ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ അവിടെ വളാഞ്ചേരി ഉണ്ട്. വന്നല്ലോ ഓസി പറഞ്ഞ കടയിലല്ലേ, ഒരു കടയിൽ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെ പോയി അങ്ങനെ കണ്ടു. അവിടെ അങ്ങനെ തുടങ്ങി. ജസ്റ്റ് ചെറിയ ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് മെയിൻ മൊണ്ണ കഥ. ഞാൻ ആരംഭിക്കണത് വള്ളികളും കാര്യങ്ങളൊക്കെ. അത് പറഞ്ഞ എവിടുന്നാണ്? എന്താ വെച്ചാല് ഞാൻ ഇവനെ ഫോളോ ചെയ്തിട്ട് ഇനി ഫോളോ ഉണ്ട്. അതായത് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവനെ ആരാന്ന് എനിക്ക് അറിയില്ല, ഇവന്റെ പേരെന്താന്ന് അറിയില്ല, അബ്ദുന്ന് അറിയാം, വേറൊന്നും അറിയില്ല. ഇവന്റെ ഒരു എനിക്ക് മെസ്സേജ് ആണ് ചോദിച്ചത്, ആടാ എനിക്ക് കൊച്ചിയിലൊരു കോളാബ് ഉണ്ട്, ചിന്നപ്പൊന്ന് വന്നു തരും. എനിക്ക് ഒരു ബന്ധമില്ല എന്റെ ഒപ്പം. ഞാന് എനിക്ക് കൊച്ചിക്ക് കൊളാബിന് വരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊക്കെ ഒറ്റയടിക്ക് രണ്ടും കൽപ്പിച്ചൊരു മെസ്സേജ് അയച്ചു, അടക്ക് കൊച്ചിയിലൊരു കൊളാബ് ഉണ്ട്, ഇജ്ജ് വരുമോ ചോദിച്ചു. അതിലെന്തായി ഒറ്റയടിക്ക് പിന്നെ ആന്നും പറഞ്ഞു. എന്തിനാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ എത്തി എന്താ കാട്ടി? അവിടെ എത്തി നമുക്ക് ഒരു ബ്രാൻഡിന്റെ കൊളാബായിരുന്നു. അത് അങ്ങനെ കഴിച്ചു. സെക്യൂരിറ്റി പിടിച്ചില്ല അവിടുന്ന്. അങ്ങനെ കുറച്ച് സീൻ ഉണ്ടായി അവിടെ. അങ്ങനെ കുറച്ച് ചെറിയ വള്ളികളും അങ്ങനെയൊക്കെ. അതായത് ഞങ്ങള് കൊച്ചി കണ്ടിട്ട് രാത്രി മടങ്ങി. അതും ബസ് മാറി കയറി. ഞങ്ങള് ബുക്ക് ചെയ്തിട്ടാണ് പോയത്, സീറ്റ് ബുക്ക് ചെയ്തിട്ട്. ഇപ്പൊ നിലമ്പൂര് കണ്ട ബസ്സിലൊക്കെ കയറും. എന്നിട്ട് 2 കിലോമീറ്റർ അപ്പുറത്ത് കയറിയിട്ട് എന്താവും, ബസ്സിന്ന് ഇറങ്ങും. നമ്മളെ സീറ്റ് പോയി എന്നിട്ട് അവിടെ തല്ലുകൂടുക ഇറങ്ങിപ്പോരും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാളല്ല, ഞാനും ഇബൻ അങ്ങനെ പരിചയപ്പെടണേ. പിന്നെ നമ്മള് മൂന്നാളെ എങ്ങനെ പരിചയപ്പെടണേ? അതായത് കോഴിക്കോട് ഒരു ഇൻഫ്ലുവൻസർ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ വിളിച്ചിട്ടില്ല. ഞാനും സമീറും അങ്ങനെ പോവാനായിരുന്നു. അതില് ഞാൻ വളാഞ്ചേരിയിലെത്തി നോക്കിയപ്പോ ഉണ്ട് ഇപ്പം ഒരു എന്ത് പിടിച്ചിക്കണു. അതായത് സമീർ പോകണ്ട് പറഞ്ഞു. അപ്പൊ ഏതായാലും കോഴിക്കോട്ടേക്ക് എനിക്ക് വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോവാൻ ഉണ്ടായിരുന്നു. അപ്പൊ സമീർ അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഏതായാലും അതിൽ വണ്ടിയിലല്ലേ പോകണം, വെറുതെ അതിൽ കയറി ഇരിക്കാൻ വിചാരിച്ചു. അങ്ങനെ അഫ്ലു അല്ല കോഴിക്കോട്ടേക്ക് എന്തായാലും വരണം. അപ്പൊ ബസ്സിന് വരുന്നതിനെക്കാട്ടും നല്ല കാറിൽ വരുമല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ഈ മണ്ണ അവിടെ പരിചയമൊന്നുമില്ല. എന്റെ മൈൻഡില് ഷെബി എന്ന് വലിയ സംഭവമാണ്. അന്ന് ഷെബി അല്ല, അന്ന് MS 46 അക്കൗണ്ട് പോയി കണ്ടു. ഷെബിനെ കണ്ടു. എന്നിട്ട് ഷെബിനെ പറ്റിച്ച് എന്താ കരുതിയത്? ഞാൻ എന്റെ ഒരു മൈൻഡിൽ എന്താ വെച്ചാല് പറഞ്ഞോ, എന്റെ മൈൻഡിൽ എന്താണ് മുഖത്തോക്കി പറയാ. എന്തായാലും പുറം കാണിക്കണേ. വലിയൊരു സംഭവമാണ്. ചങ്ങായി വലിയ സംഭവം. എന്റെ പാന്റ് പൂരാണ്. ഓരോ ചങ്ങലാണിക്കാരാണ്. അല്ല, ഷെബി വലിയ സംഭവമാണ്. എന്നിട്ട് എന്റെ മൈൻഡിൽ വെച്ചാൽ ഷെബി ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്റ്റാൻഡേർഡുള്ള വലിയ ആളാണ്. ഇവനെ നടത്ത കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിനെ. കാരണം അന്ന് MS പിന്നെ ബീച്ചിക്ക് ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ ചാടി വരുന്നു. ചാടൽ എങ്ങനെ ചെയ്തു? ബീച്ചിൽ പിന്നെ മണലിൽ കൂടെ റാംവാക്ക് ചെയ്ത് തരാൻ പറ്റുമോ? കണ്ടപ്പോ എനിക്ക് മൂടെ ഈ മൊണ്ണനെയാണ് ഇപ്പൊ കിടോ. എടാ ഇജ് ഒരു 18 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല, ഇതില് മോളിൽ തെറ്റൂല.
എനിക്കൊരു ബാഡായി അതുവരെ മനസ്സിൽ വലിയ സംഭവം ഗ്രാഫ് ഇങ്ങനെ പോയി പൈസ ഇല്ല ആ എന്നിട്ട് ചോദിച്ചതാരാ ഇന്നോട് ഞാനാണ് ഈ എന്നിട്ട് സിമ്മും പാടില്ലാതെ നടക്കണ കാലം എന്നിട്ട് ഇന്നോടൊന്ന് ചോദിച്ചിക്ക അന്ന് നമുക്ക് ആർക്കും വലിയ ഗ്രോത്ത് ഇല്ല. ആ എത്ര 20 ആ റേഞ്ച് ആറ്റേ എനിക്ക് എത്രയാണ് എനിക്ക് 24 റേഞ്ച് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായി എല്ലാരും വീട്ടിൽ പോയി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് എന്തായി ഒരു ദിവസം ഇവിടെ നിന്നാണ് കഥ ആരംഭിക്കണത്. പറയേ അതായത് ഞാൻ പെരയില് വെറുതെ ഇരിക്കുന്നു. അപ്പോഴാണ് അല്ല അങ്ങനല്ല ഞാനും ഇവനും ഓൾറെഡി ഗോവയ്ക്ക് വരാന് ഇപ്പൊ നിക്കണ എവിടെയാണ് ഗോവ എവിടെ ടിവിയും ഗോവയ്ക്ക് വരാൻ ഞാൻ ഇവനും ആദ്യം തന്നെ എന്താക്കിന്നു പ്ലാൻ ഇട്ടിരുന്നു. അല്ല അവിടെ അങ്ങനെയല്ല അങ്ങനെ അന്നെ വിളിച്ചിട്ട് ഇന്നെ വിളിച്ചു എങ്ങനെയല്ല ഒരു പരിപാടികൾ അന്ന് അന്ന് ഇപ്പൊ കോഴിക്കോട് വന്നില്ല ഇഞ്ഞപ്പ കിട്ടിയില്ല കോഴിക്കോട് കിട്ടില്ല. ഇവൻ വീട്ടിലത്തെ ചെറിയ കുട്ടിയായി വിടൂല 6 മണിക്ക് വരാം. 6 മണിക്ക് വീട്ടിൽ കയറണം. ഇറങ്ങുകയാണെങ്കിൽ 6 മണിക്ക് വീട്ടിൽ കയറണം. ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 10-25 മിനിറ്റ് വിളിക്കും. എവിടെയാണ് മതിട്ടോ ഇത് അത്രക്ക് അങ്ങനെ ഒരു ദൈനിപ്പന്റെ. അപ്പൊ ഞാൻ ഇങ്ങനെ കോഴിക്കോട് വന്നു ഒരു വീഡിയോ എന്തോ എടുക്കാണ്ട് അങ്ങനെ വന്ന ടൈമില് അവിടെ റിൻസി ലസിനൊക്കെ വന്നി അതിലാണ് റിൻസി ചോദിച്ചിട്ട് പെരുന്നാളിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഗോവയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് നിങ്ങളും ഇങ്ങനെ ഒപ്പം അങ്ങനെ തന്നെയാണ്. ഷെബിനോട് ചോദിച്ചപ്പോ ഷെബി പറഞ്ഞ് ഇൻഷാല്ലാ നോക്കട്ടെ. അഫ്ലുവിനെ വിളിച്ചപ്പോ അഫ്ലു ഇൻഷാല്ലാ നോക്കട്ടെ ആ ഒരു തന്നെ. അതില് ലാസ്റ്റ് കിട്ടാണ്ട് എന്താ ഷെബി ഇങ്ങനെ അതായത് എന്നോട് ഈ പ്ലാന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങിയിട്ടില്ല. ഞാനും അറിഞ്ഞിട്ടില്ല. ഇന്ന പിറ്റേസ് ഞാൻ പൂരത്തിലായിരുന്നു അപ്പണ്ട് റിഞ്ച വിളിച്ചിട്ട് ഗോവയ്ക്ക് പോവല്ലേ ഞാൻ ശാലക്കുണ്ട് അതില് പറഞ്ഞു അതിലുണ്ട് പിന്നെ ഫ്രണ്ട് ഉണ്ട് അങ്ങനെ പറഞ്ഞു. അതിലെന്തായി അന്നേരം ഞാൻ പോവാറുന്നു. എന്നിട്ട് അങ്ങനെ പിന്നെ എനിക്ക് വിളിച്ചു ഗോവയ്ക്ക് ഉണ്ടോ ചോദിച്ചു. ഞാൻ ആ സ്പോട്ടിൽ തന്നെ പൈസ ഒന്നും ഇല്ല എന്നാലും ഞാൻ വരുന്നുണ്ട് പറഞ്ഞ് അങ്ങനെ കോഴിക്കോട്ടേക്ക് വന്ന് അവിടുന്ന് നേരെ കറുപ്പ് തോണിയിട്ടിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഞങ്ങളെല്ലാരും കൂടി ലുലു മാളില് ആദ്യം വന്ന് ആദ്യം എന്റെ വ്ളോഗില് ഉണ്ടായിരുന്നല്ലോ 3 കൊണ്ടാണ് ആദ്യം വന്നു. ലസീം ആദിലും ഷെബിയും നേരത്തെ എത്തി. ഇവനോട് അപ്പ പറഞ്ഞോളൂ ഓൻ അപ്പത്തിന് എത്തിക്കണു. ഞാനാണ് ലേറ്റ് ആയത്. ലാഗ് ആക്കലില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ ലാഗ് ആയത്. എന്നിട്ട് പറയേ അങ്ങനെ ലുലു മാളിൽ എന്തായി നേരെ എന്താ ഒരു ഫ്രൂട്ട്സ് സലാഡൊക്കെ കുടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ അതിൽ എന്തൊക്കെ ഇവിടൊക്കെ നമ്മള് കഥ മുണങ്ങിയ മാതിരി ഉണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ എത്തി. ഇവിടുന്ന് പിന്നെ നമ്മളെ ബാഗ ബീച്ച് പോയി അവിടെ സ്റ്റേ ചെയ്തു. അഞ്ജുന സ്റ്റേ സ്ഥലം കണ്ടു കാണാനൊക്കെ പോയില്ലേ. അഞ്ജന ബീച്ചിൽ പോയിട്ട് റൂം എടുക്കുന്ന സമയത്ത് കല്ലോർമ്മണ്ട് ഞാൻ മാത്രമല്ല മൂത്തത് എന്റെ പേരിലെടുത്ത്. 17 വയസ്സ്. എനിക്ക് എത്രയാണ്? 16. അപ്പൊ ഇക്കോ ഇക്ക് 17. ഞാനിപ്പോഴും അത്ര ഏജ് ഡിഫറൻസ് ഇല്ല. ചെറിയ മാസങ്ങൾക്ക്. പക്ഷെ 2008 അല്ലേ? 2008 ആണ്. ഞാൻ 2007 ആണ്. ഞാൻ 2006 മുതുക്കൻ കൂട്ടത്തിലെ മുതുക്കൻ ആരാ? അപ്പം പക്ഷെ മെച്യൂരിറ്റി നിങ്ങളൊരു കമന്റ് ഇട്ടിട്ട് ഞങ്ങൾ ഈ 3 ആളേല് ഏറ്റവും കൂടുതൽ മെച്യൂരിറ്റി ആർക്കാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അടിയിൽ കമന്റ് ഇടുക. എന്താ വേറെ പിന്നെന്താണ് അങ്ങനെ അഞ്ജന ബീച്ചിൽ നിന്ന് നമ്മള് 3 പാന്റ് വാങ്ങിയത്. ഏത് മറ്റേ മസ പാൻറ്റ് കൊടുത്തിട്ടില്ലേ? പാന്റ് കൊടുക്കണ പോലെ ഞങ്ങൾ ഓർമ്മക്ക് വേണ്ടിട്ട്. വേറൊരു കാര്യമുണ്ട്. എന്റെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഗോവന്ന് വന്നതിന് ശേഷം ഇമ്മാക്ക് അടിക്കാൻ വേണ്ടിട്ട് മൂട്ടിയിട്ട് ഒക്കെ റെഡിയാക്കിയിരുന്നു. ഞങ്ങള് പിന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗോവയ്ക്ക് ഇങ്ങനെ ഒരു വരവ് ഉണ്ടാവും. ഇങ്ങനത്തെ ഇതാണ് സാധനം. പോണ്ടാവെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. അതന്നെ ഒന്നും പ്ലാനഡ് അല്ലല്ലോ. ഇതാണ് ആ സാധനം. അങ്ങനെ ഇഞ്ചത്തുള്ള സാധനം എന്താ എലികാരുണ്ടു. പണി നടക്കണോണ്ട് തന്നെ ഇവിടുത്തെ അങ്ങനെ എലികാരുണ്ടു. പിന്നെ എന്തേന്നു അതാ അവിടുന്നാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. നമ്മളിങ്ങനെ തീരുമാനിച്ച് നമ്മള് 3 ആളും ഒപ്പം നിന്ന് കഴിഞ്ഞാല് നമ്മളൊരു കുറെ കൊളാബോളൊക്കെ വരും. അങ്ങനെ ഒരുമിച്ച് ഗ്രോത്ത് അങ്ങനെ ചെറിയൊരു പ്ലാൻ എന്ത് അങ്ങനെ കുറച്ച് പ്ലാനുകൾ അങ്ങനെ ചെയ്തപ്പോ എന്തായി. ഞാൻ പൊതുവെ ഒറ്റക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇവിടുന്നാണ് ഞാൻ ആദ്യമായിട്ട് ഞങ്ങള് 3 ആൾ കൂടി ഉള്ള ഫോട്ടോ എന്റെ പ്രൊഫൈലിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാനും അതിന് പിന്നെ ആദ്യം തന്നെ ഇതാക്കിയിരുന്നു. നമ്മളുണ്ടാവും പിന്നെ ആദ്യം തന്നെ അങ്ങനെ തുടങ്ങിയതായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ ഗ്രോത്ത് ആയി. അവിടുന്ന് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് തോന്നുന്നു ഫസ്റ്റ് ഞങ്ങൾക്ക് മണാലിക്കുള്ള ഒരു പാക്കേജ് കിട്ടി. എപ്പിടാ എന്നാ കാലിടാ
ഞാൻ പറഞ്ഞില്ല ഇവനാണ് ഏറ്റവും കൂടുതൽ വള്ളി ഉണ്ടാക്കണത്. ചെക്ക നമ്മള് പൊന്നു പോലെ കൊണ്ടുവിടും, കാരണം ഹിന്ദി എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് ഇവന്റെ ഇംഗ്ലീഷ് അങ്ങനെ ലക്ഷദ്വീപ് പോയിരുന്നില്ല ഞങ്ങള്. അതില് സീറ്റ് നമ്പറിന് എന്ത് ചെയ്തു? അതെ വേറെ സീറ്റ് നമ്പർ വേറെ ഫണ്ണൊന്നല്ല സീറ്റ് നമ്പർ. ഇപ്പൊ ഞങ്ങൾക്ക് സീറ്റ് നമ്പർ 12 കിട്ടിയിരിക്കണത്. ഇപ്പൊ മാസമായിട്ട് ഇപ്പൊ ഞാൻ ഫ്രണ്ടിൽ പോക്ക് എല്ലാത്തിലും. ഇപ്പൊ മാസമായിട്ട് ഫ്രണ്ടിൽ കയറി ചെന്നു. എന്നിട്ട് ടീം പാസ് അതില് ചോദ്യം ഇരിക്കണല്ലോ, ടിക്കറ്റിലുണ്ട്. അതിലെന്തായി ഇവന് എയർ ഹോസ്റ്റേഴ്സിന്റെ അടുത്ത് മാസമായിട്ട് കുടിക്കാൻ പോയി. ഇവന് എയർ ഹോസ്റ്റേഴ്സ് ഇങ്ങനെ മാസമായാണ് പോയി. എന്നിട്ട് കാണിക്കാൻ സീറ്റ് നമ്പർ 21 ഇങ്ങനെ പോയിട്ട് സീറ്റ് നമ്പർ 20. അതില് എന്താണ് എയർ ഹോസ്റ്റർ എന്താ പറഞ്ഞത്? 20 സാർ 20 യെസ് 20. അതിൽ പറഞ്ഞേ 20 അവിടെയാണ് പറഞ്ഞത്. നോ 20 അതിൽ ഇവിടെ എന്താ മറ്റേ ബോർഡിംഗ് പാസ് എടുത്താണെങ്കിൽ സാർ ദിസ് ഇസ് നോട്ട് 20 ദിസ് ഇസ് 12. അതാണെങ്കിൽ ഫ്ലൈറ്റിൽ എല്ലാരും കേട്ടു എല്ലാരും എന്താണ് പറയാ, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് മനസ്സിലായി. ലുക്ക് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ. ഇവിടെ ആരെങ്കിലും മറ്റേ ഗോവയിൽ വന്നിട്ട് ആരെങ്കിലും ഇവിടെ സർവൈവ് ചെയ്തിട്ട് ഹിന്ദി അറിയാണ്ട് ഹിന്ദി എനിക്ക് അറിയുള്ളൂ. കാരണം ഇപ്പം ചെറുപ്പം മുതൽ ഫ്രീ ഫയർ ബായ്മാരുടെ ഞാൻ 4ാം ക്ലാസ് വരെ CBSE ചെയ്യുന്നു. അപ്പൊ അതിന്റേതായ എന്ത് ഇംഗ്ലീഷ് കുറച്ച് അറിയാം. എന്ത് മൊണ്ണ ഇംഗ്ലീഷ് എന്തെനിക്ക് ഒരാള് അതിന്റെ അർത്ഥം പോലും അറിയില്ല. അതെ BA ഇംഗ്ലീഷാണ് ഞാൻ പഠിക്കണത്. രാവിലെ തൊട്ട് അല്ല 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് BSW പഠിക്കണേ. BSW കളക്കാൻ ഇറങ്ങലല്ലേ. പക്ഷെ നമ്മള് സോഷ്യൽ വർക്കാണ്, സമൂഹത്തിന് വേണ്ടി സർവീസ് ചെയ്യണം. അല്ലേ നമ്മളെ കഥ മാറിപ്പോയി. അപ്പൊ നമ്മള് തെന്നി വീണു. നമ്മള് ബാഗ ബീച്ച്, അഞ്ജന ബീച്ച് അവിടുന്നാണ് അങ്ങനെ അതായത് ഫോട്ടോ 2 മില്യൺ കയറി. 2 മില്യൺ അന്ന് 100 ഒരു പോസ്റ്റിന് 120 ലൈക്ക് ഉണ്ടായിന്. എജാതി പൊലിവേന്ന് വെച്ചിട്ടാ അല്ലേ. കാരണം ആദ്യമായിട്ടാണ് പോസ്റ്റിന് ഇത്രയും വ്യൂസും ലൈക്കൊക്കെ കിട്ടുന്നത്. പിന്നെ അങ്ങനെ എന്തേന്നു, പിന്നെ അത് കണ്ട് റങ്കായി. കാരണം ആ പോസ്റ്റിന്റെ റീച്ചും ലൈക്കും പിന്നെന്താ യൂട്യൂബിലൊക്കെ അങ്ങനെ പറഞ്ഞൂലേ. അപ്പൊ എന്തായി, അത് കണ്ട് റങ്കായിട്ട് ഞങ്ങൾ എന്താക്കി പിന്നെ അങ്ങനെ തുരുത്തരേനെ ഇടാൻ നിർത്തി. പിന്നെ അന്നേക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടില്ല. അവിടുന്ന് നേരെ വന്നിട്ട് കോഴിക്കോട് ഡോർമെറ്ററി എടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് അഫ്ലു പറഞ്ഞു പുതിയൊരു മെയിൽ ID തുടങ്ങിയിട്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കണം. അവിടുന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത്. അതേപോലെ പിന്നെന്താണ് ആ പോസ്റ്റിന് ശേഷം നമ്മൾ കോഴിക്കോട് വേറൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് വേറൊരു പോസ്റ്റ് ഇട്ടു. അതും ഏറെക്കുറെ എത്രയായി, എല്ലാവരും 1 മില്യന്റെ അടുത്തുണ്ട്. അപ്പൊ നമുക്ക് കത്തിയുണ്ട് ചെയ്ത് കഴിഞ്ഞാല് കിട്ടും. ഞങ്ങളെ പ്ലാനുകളൊക്കെ ഏതാണ്ട് ശരിയാവേണ്ടി എന്നുള്ളത് തോന്നി. അപ്പൊ എന്തായി, പിന്നെ അതാണ് സ്ഥിരാക്കി. ഇപ്പൊ പിന്നെ ഇല്ലാത്ത വള്ളിയാലും ഇല്ല. ആരെങ്കിലും ഒരാൾ വള്ളി കുടിച്ച് ഇങ്ങനെ വരും, എന്നിട്ട് അത് ഒത്തിർക്കാൻ നടക്കല പണി. നമ്മളിത്തെ ലോല ഹൃദയം എന്ന് പറയുമ്പോൾ ശരിയാണ്. ലോലൻ എന്ന് പറഞ്ഞാല് ലോലൻ എന്നല്ല പറയാ, തലച്ചോറില്ല. കാരണം എന്താ, കേരളത്തിലാണെങ്കിൽ തലച്ചോറുണ്ട്, കാരണം മലയാളം അറിയാം. പുറത്തുനിന്നോ അങ്ങനെയല്ല. ഈ ഷെബിനെ ആർക്കും പറ്റില്ല. നിങ്ങൾ മെസ്സേജ് നോക്കി ഇവനെ പറ്റിച്ചില്ല പറയുമ്പോ റിസ്ക് ഉള്ള പരിപാടി ഒന്നല്ല. കാരണം പോയിന്റ് ഇങ്ങനെ പോയിന്റ് ഓളത്ത് കഴിട്ടാണ് ഷെബിയെ എനിക്കൊരു 40,000 കടന്ന നാളെ തരാറാ എടുത്ത് തരും. എന്നിട്ട് പിന്നെ ഓനെ വിളിച്ചാൽ കോൾ എടുക്കാൻ പാടില്ല. ഓന് ഓനെ ചാമ്പി ഇറങ്ങി. എന്നിട്ട് ആ സങ്കടം തീർക്കാൻ ഞങ്ങള് കൊറേ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും. എവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ കൊടുക്കണം. അതേപോലെ ഒറ്റ ബുദ്ധി ഉണ്ടാവല്ലോ. ഒറ്റ ബുദ്ധിയല്ല ബുദ്ധിയില്ലായ്മ. എന്റെ സ്ക്രാപ്പ് വണ്ടി എടുക്കുക. 2 തലച്ചോറുണ്ടോ എനിക്ക്. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇടയിൽ. അങ്ങനെ നിങ്ങൾ വിചാരിക്കും നമ്മള് വലിയ ബുദ്ധിമാന്മാരാണ്. കൂട്ടത്തില് ബുദ്ധിക്ക് തന്നെ ഉള്ളു, ബാക്കി 2 ആളും. ഇവനെങ്ങനെയാ വെച്ചാ ആവശ്യമില്ലാത്ത കഴപ്പും വള്ളിയാണോ എനിക്ക്. സ്വിച്ച് ഇട്ട മാതിരിയാണ്. പറയാടാ ഇക്ക് വെയ്യാടാ ഇനിയിപ്പോ പകുതി വരെ എത്തിയിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും പരിപാടി തന്നെ പകുതി വരെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ പറയും വെയ്യാടാ ഒന്നും പറയല്ല. കാരണം കൂടുതൽ ആണ് ഇവ രണ്ടാളീ ചെറ്റ സ്വഭാവത്തിന്റെ ഇടയിൽ നല്ല നന്മയിലേക്ക് പാത കാണിച്ചു കൊടുക്കണത് ഞാനാണ്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇല്ല വേണ്ടി അഭിനയിക്കാണ്. അങ്ങനെയൊക്കെയാണ്. ഞാൻ കുറച്ച് മാറിന്ന് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോ
കുറേ കാലത്തിന് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ബൈ.